എന്താണ് ബ്രോ, ഷാഫി പറമ്പിലിനെ മാത്രം പൊക്കി പറയുന്നു, വേറെ നേതാക്കളെ നീ കാണുന്നില്ലേ? അങ്ങനെയൊക്കെയാണ് കുറേ കമൻറ്റ് വന്നത്. അപ്പോൾ അതിനൊരു റീപ്ലൈ ഇന്ന് കൊടുക്കാമെന്ന് കരുതിയാണ് ഈ ഒരു വീഡിയോ ആയി വന്നത്. ഒരൊറ്റ കാര്യം പറയുകയാണ്, ആരാണ് ഷാഫി പറമ്പിൽ? നോക്കൂ, വടകര എന്ന് പറയുന്ന വലിയൊരു മണ്ഡലത്തിൽ ഈസിയായി വിജയിച്ച് കയറണമെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വടകര CPM-ൻ്റെ മണ്ഡലമാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഷാഫി പറമ്പിൽ 1,00,000-ലധികം വോട്ടിന് വിജയിക്കണമെങ്കിൽ ആരാണ് ഷാഫി പറമ്പിൽ? ഒരൊറ്റ കാര്യം പറയുകയാണ് എൻ്റെ പൊന്നാര മക്കളെ, നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ മതി. ഷാഫി പറമ്പിലിൻ്റെ ഭരണം ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ മഴ ശക്തമായ സമയത്ത് റോഡുകളൊക്കെ തകർന്ന് തരിപ്പണമായ സമയത്ത് അവിടെ സുരേഷ് ഗോപിയും വന്നു, ഷാഫി പറമ്പിലും വന്നു. സുരേഷ് ഗോപി എങ്ങനെയാണ് വന്നത്? സുരേഷ് ഗോപിയുടെ അടുത്ത് 4-5 ആൾക്കാരുണ്ട്, അതിനുശേഷം എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് സുരേഷ് ഗോപി പോവുകയാണ് ചെയ്തത്. എന്നാൽ ഷാഫി പറമ്പിൽ അവിടെ എന്താണ് ചെയ്തത്? അവിടെ നിന്ന് പാവങ്ങൾക്കൊപ്പം അവരുടെ അടുത്ത് നിന്ന് അവർക്കൊപ്പം ഭക്ഷണം കഴിക്കുകയും അതിനുശേഷം അവരുടെ പ്രശ്നം എന്താണ് ഓരോരുത്തരോടും, ഞാൻ അതിൻ്റെ ചെറിയ ചെറിയ ക്ലിപ്പുകളൊക്കെ സൈഡിൽ വെച്ച് തരാം. അതായത് ഓരോരുത്തരോടും ഷാഫി പറമ്പിൽ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ പ്രശ്നം? അതിനുശേഷം എല്ലാ മീഡിയാസിനെ വിളിച്ച് ഷാഫി പറമ്പിൽ പറയുകയാണ്, നോക്കൂ, ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം ഇതാണ്, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ പ്രശ്നത്തെ ശരിയാക്കണം. അങ്ങനെ ഷാഫി പറമ്പിൽ പറയുമ്പോൾ പിണറായി വിജയൻ എന്താണ് പറഞ്ഞത്? അത് എൻ്റെ പണിയല്ല, അത് കേന്ദ്രത്തിൻ്റെ പണിയാണ്. കേന്ദ്ര സർക്കാർ എന്താണ് പറഞ്ഞത്? അത് കേരള സർക്കാരിൻ്റെ പണിയാണ്. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞത്, ഷാഫി പറമ്പിലിന് കഴിയുന്നതിൽ എന്തൊക്കെ ചെയ്യാൻ, പാവപ്പെട്ട ജനങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ ഷാഫിയെ കൊണ്ട് സാധിക്കുന്നു അതൊക്കെ ഷാഫി പറമ്പിൽ ചെയ്യുന്നു. രണ്ടാമത്തെ കാരണം വയനാട് ദുരന്തമാണ്. വയനാട് ദുരന്തത്തിൽ ഷാഫി പറമ്പിൽ അവിടെ എങ്ങനെ പണിയെടുത്തു എന്നതിൽ ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നീട് എന്തുകൊണ്ട് ഞാൻ ഷാഫി പറമ്പിലിനെ പൊക്കുന്നു? മൂന്നാമത്തെ കാരണം, പൊന്നാര മക്കളെ, ഷാഫി പറമ്പിൽ വിജയിച്ചതിന് ശേഷം പാർലമെൻറ്റിൽ ആദ്യ സ്പീച്ചിൽ ഷാഫി പറമ്പിൽ എന്താണ് പറഞ്ഞത്? വടകരയിൽ കൂടുതലുള്ളത് പ്രവാസികളാണ് എൻ്റെ പൊന്നു സർക്കാരെ. അപ്പോൾ ആ പ്രവാസികൾ അനുഭവിക്കുന്ന ദുരന്തം, വിമാന കമ്പനികൾ, ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണ്, ഓണ സമയത്ത്, ക്രിസ്മസ് സമയത്ത്, പെരുന്നാൾ സമയത്ത്, ഈ സമയത്തൊക്കെ വിമാന കമ്പനികൾ ടിക്കറ്റിൻ്റെ വില കൂട്ടുകയാണ്. കാരണം വിമാന കമ്പനികൾക്ക് ഒരു കാര്യം അറിയും, കേരളക്കാർ, പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ള ആൾക്കാർ കൂടുതലായും നാട്ടിലേക്ക് വരുന്ന സമയം ഒന്ന് പെരുന്നാൾ, അതിനുശേഷം ക്രിസ്മസ്, ഓണം കേരളത്തിൽ മാത്രമാണ്, വിഷു, ദീപാവലി ഇങ്ങനെയുള്ള ആരാധന ദിവസത്തിലാണ് കൂടുതലായും പ്രവാസികൾ നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ദുബായിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ നോർമൽ ദിവസം 20,000 രൂപയാണ് ടിക്കറ്റെങ്കിൽ, പൊന്നാര മക്കളെ, ആ സമയത്ത് 40,000 ഇല്ലെങ്കിൽ 50,000 രൂപയാണ് ടിക്കറ്റ്. ഷാഫി പറമ്പിൽ ആദ്യം പാർലമെൻറ്റിൽ പറഞ്ഞത് ഇതാണ്, പൊന്നു സർക്കാർ ഇതിനൊരു പരിഹാരമുണ്ടാക്കണം. പാവപ്പെട്ട മനുഷ്യന്മാർ, പാവപ്പെട്ട പ്രവാസികൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഏതെങ്കിലും ഒരു ദിവസം, ക്രിസ്മസോ പെരുന്നാളോ വിഷോ, ഇങ്ങനെ ഏതെങ്കിലും ഒരു നല്ല ദിവസം നാട്ടിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് അവിടെ കൊടുക്കേണ്ടി വരുന്നത് 50,000-ഉം 60,000 ടിക്കറ്റിൻ്റെ വില എന്ന് ഷാഫി പറമ്പിൽ ആദ്യം ജനങ്ങൾക്ക് വേണ്ടിയാണ് പൊന്നാര മക്കളെ സംസാരിച്ചത്. പിന്നീട് ഞാൻ എന്തുകൊണ്ട് ഷാഫി പറമ്പിലിനെ പൊക്കി പറയുന്നു? നിങ്ങൾ നോക്കൂ, ഓണം വരുമ്പോഴും ക്രിസ്മസ് വരുമ്പോഴും പെരുന്നാൾ വരുമ്പോഴും ദീപാവലി വരുമ്പോഴും ഷാഫി പറമ്പിൽ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഒരു പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഷാഫി പറമ്പിൽ പറയുകയാണ്, എനിക്ക് ജാതിയില്ല, മതമില്ല, ഞങ്ങളെല്ലാവരും ഒന്നാണ്, ഒരു ചോരയാണ്. അപ്പോൾ ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കും. എൻ്റെ മക്കളെന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാവരുമെന്ന് ഷാഫി പറമ്പിൽ നിരന്തരം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ കുറിക്കുകയാണ്. പിന്നീട് എൻ്റെ പൊന്നാര മക്കളെ, ഞാൻ സൈഡിൽ കുറച്ച് കാര്യങ്ങൾ വെച്ച് തരാം, നോക്കൂ നിങ്ങൾ. അതായത് വടകരയിൽ വിജയിച്ചതിന് ശേഷം ഷാഫി പറമ്പിൽ ഒരു മാസത്തിൽ മിനിമം 15 ദിവസമോ അല്ലെങ്കിൽ 20 ദിവസമോ ഷാഫി പറമ്പിൽ വടകരയിൽ വന്ന് പാവപ്പെട്ട ജനങ്ങളുടെ പ്രശ്നം എന്താണെന്ന് കേൾക്കുകയാണ്. അതിനുവേണ്ടി വടകരയുടെ നാനാഭാഗത്തും ഷാഫി പറമ്പിലിൻ്റെ ഓഫീസ് അങ്ങ് ഓപ്പൺ ചെയ്യുകയാണ് പൊന്നാര മക്കളെ. പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണ് എൻ്റെ പൊന്നാര മക്കളെ, 2026 എലക്ഷൻ വരാനിരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആർക്ക് വോട്ടിടണം? ഒരൊറ്റ കാര്യം പറയുകയാണ്, നിങ്ങൾ ജാതി, മതം,
പാർട്ടി നോക്കാൻ പാടില്ല. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ ഒരു കാര്യം പറയുകയാണ്, ഇലക്ഷൻ വരുമ്പോൾ നിങ്ങളുടെ ചിന്ത നമ്മുടെ നാട്ടിൽ ഏകദേശം എല്ലാവരും ചിന്തിക്കുന്നത് ഞാൻ 10 വർഷമായി UDF വോട്ടിടുന്നു, അല്ലെങ്കിൽ ഞാൻ 10 വർഷമായി LDF വോട്ടിടുന്നു, അതുമല്ലെങ്കിൽ ഞാൻ 10 വർഷമായി BJPക്ക് വോട്ടിടുന്നു, അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യവും BJPക്ക് വോട്ടിടുന്നു, ഇപ്രാവശ്യവും LDF വോട്ടിടുന്നു, ഇപ്രാവശ്യവും UDF വോട്ടിടുന്നു. അങ്ങനെ പറഞ്ഞ് നിങ്ങൾ മാറുന്നില്ല. നിങ്ങളുടെ അച്ഛനമ്മമാർ ഏത് പാർട്ടിയാണോ ചെറുപ്പത്തിൽ സപ്പോർട്ട് കൊടുത്തത്, നിങ്ങളും അതേ പാർട്ടിക്കാണ് നിലവിൽ സപ്പോർട്ട് കൊടുക്കുന്നത്. പൊന്നാര മക്കളെ, ആ കാര്യം നിങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ആരാണ് മികച്ചവൻ, നിലവിൽ BJPക്കാരൻ മികച്ചവനാണെങ്കിൽ അവൻ വോട്ടിടണം, UDFകാരൻ മികച്ചവനാണെങ്കിൽ അവർക്ക് വോട്ടിടണം, LDFകാർ മികച്ചവരാണെങ്കിൽ അവർക്ക് വോട്ടിടണം. നമ്മളിവിടെ പാർട്ടി നോക്കാൻ പാടില്ല, ജാതി നോക്കാൻ പാടില്ല. നമുക്ക് വേണ്ടത് നല്ലൊരു ഭരണമാണ്. സാധാരണക്കാരായ നമുക്ക് നികുതിയൊക്കെ കുറച്ച് നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ നല്ലൊരു ഭരണം വേണം എൻ്റെ പൊന്നുമക്കളെ. അപ്പോൾ ഷാഫി പറമ്പിലിനെ പോലെ ഏറ്റവും മികച്ച നേതാക്കൾ ആര്, അവരെ നമ്മൾ സെലക്ട് ചെയ്യണം. നിലവിൽ കേരളത്തിൽ ഞാൻ കാണുന്ന ഏറ്റവും മികച്ച 2 നേതാക്കൾ, 1 ശശി തരൂർ, 2 ഷാഫി പറമ്പിൽ. ബാക്കി എല്ലാവരും കണക്കാണ് എൻ്റെ പൊന്നാര മക്കളെ. പിണറായി വിജയൻ, ഒരൊറ്റ കാര്യം പറയുകയാണ്, പിണറായി സർക്കാർ രണ്ടാമത് അധികാരത്തിൽ വരണമെന്ന് നിങ്ങളെപ്പോലെ ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ 5 വർഷം പിന്നോട്ട് ചിന്തിച്ചാൽ. കാരണം നമുക്ക് ആ പ്രളയ സമയത്തൊക്കെ കിറ്റ് തന്നത് പിണറായി വിജയനാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഒന്നും കൂടി പിണറായി വിജയൻ അധികാരത്തിൽ വന്നാൽ എന്തൊരു സുഖമായിട്ടുണ്ടാവും, കാരണം പാവപ്പെട്ട ജനങ്ങൾക്ക് കിറ്റൊക്കെ തരുന്നുണ്ടല്ലോ എന്ന്. പക്ഷേ നമ്മുടെ കണക്ക് കൂട്ടലുകൾ തെറ്റുകയാണ്. 2ാം പിണറായി സർക്കാർ എന്ത് ഭരണമാണ് പൊന്നാര പ്രേക്ഷകരെ കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരൊറ്റ കാര്യം പറയുകയാണ്, നിങ്ങൾ പാർട്ടി മതം ഒന്നും നോക്കാതെ ആരാണ് മികച്ച നേതാവ്, ആര് ജയിച്ചാലാണ് നിങ്ങൾക്ക് ഗുണം, അവരെ നിങ്ങൾ വിജയിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.